ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സജ്ന ആൻഡ് ഫിറോസ് ആൻഡ് പുക്കുറ്റി ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. സജ്നയുടെ ഒരു വെളുപ്പിക്കൽ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കാണാം. ഇതാണ് സജ്നയെ വെളുപ്പിക്കാൻ വന്ന ചേച്ചി. സജ്നയുടെ ഉറ്റ ചങ്ങാതി, സജ്നയുടെ ഇൻസ്റ്റാഗ്രാം ഇവരാണ് ഹാൻഡിൽ ചെയ്യുന്നതാണ് സജ്ന തന്നെ പറയുന്നത്. അപ്പം ചേച്ചിയുടെ ഇൻട്രോ നമുക്കിത് കാണാം. നല്ല രീതിക്ക് സ്ത്രീത്വത്തെ പോലും നോക്കാതെ അപമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി, അതായത് ഇപ്പം ഹണി ട്രാപ്പ് എന്ന പേര് കേട്ട് സ്വന്തം മക്കൾക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാതെ നാണം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരമ്മയ്ക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെളുപ്പിച്ചോ, ഒരു മയത്തിലൊക്കെ വെളുപ്പിച്ചു വിടണം, ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം സ്വന്തം കുട്ടികൾക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ എന്നാണ് പറയുന്നത്. പഴയൊരു വീഡിയോ കാണിക്കട്ടെ, കാണിക്കട്ടെ, 10 കൊല്ലം മുമ്പുള്ള ഒരു വീഡിയോ. പിന്നെ ചിരിക്കല്ലേ, ഇഷ്ടത്തിലാണോ ചെയ്യണം? എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചെയ്യിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ട് ഇനി ഫിറോസിനോട് ജീവിക്കാൻ ഒക്കെ വട്ടുണ്ടോ? ഇവർക്ക് എത്ര ഇക്കാമാരുണ്ട്, എത്ര ഇക്കാമാരുണ്ട്. എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ, നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും ഇനി എന്തെങ്കിലും അത് നമുക്ക് ചോദിക്കാനുള്ള. ഇനി എന്തെങ്കിലും അന്ന് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയ സമയത്ത് ഇവർക്ക് ഈ കുട്ടികളെ പറ്റിയുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ലേ? അല്ല, അന്ന് ഈ കുട്ടി ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ആങ്കർ ഇതിനകത്ത് അമ്മപ്പാസം കുട്ടികൾ ഇറക്കിയിട്ടുള്ള സെന്റിമെന്റ്സ് അതൊന്നും ഇതിനകത്ത് ഇറക്കരുത്, വേവൂല. അത് നല്ല രീതിയിൽ ഇതിനകത്ത് ഇറക്കി ഇട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് വരാം. കുട്ടികൾ പാസം, അമ്മ സെന്റിമെന്റ്സ്, ഇതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന കുറെ പാസങ്ങൾ. അത് നല്ല രീതിയിൽ ഇതിനകത്ത് ഇറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഫിറോസ് മറ്റേ വീഡിയോ പുറത്തുവിട്ടതിന് ശേഷമാണ് ഇത് പുറത്ത് വന്നത്. ഈ ഒരു ഇന്റർവ്യൂ അതിന് മുമ്പ് എടുത്ത് വെച്ചതൊക്കെ കണ്ടാണ്. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിങ്ങോട്ട് വന്ന് ഈ ഇന്റർവ്യൂ വന്നപ്പോഴേ ഫിറോസ് വേറെ സാധനം പൊട്ടിച്ചവിടെ. അതുകൊണ്ട് പാസങ്ങളൊക്കെ ബ്ലൂം ചിക്കയായി പോയി എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ആദ്യം സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടതാരാ? സജിന. നമ്മൾ ആരുമല്ല, ഫിറോസ് അല്ല, പൂക്കുറ്റി അല്ല, സജിനയുടെ ഈ പറയുന്ന ശത്രുക്കളായിട്ടുള്ള ഫ്രണ്ട്സ് അല്ല, ആരുമല്ല. ഇത് ആദ്യം എടുത്തിട്ടത് സജിന തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ. അവിടെ നിന്നാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം. ആദ്യം പൂക്കുറ്റിയുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ, 4 കൊല്ലമായി നമ്മൾ റിലേഷൻഷിപ്പിലാണ് എന്നുള്ള തരത്തിലൊരു സ്റ്റോറി. അതിനുശേഷം 3 മാസം പ്രഗ്നന്റ് ആണ് എന്നുള്ള തരത്തിൽ വേറൊരു സ്റ്റോറി. അത് പുറത്തായപ്പോഴത്തേക്ക് ഹാക്കറാണ് അതിട്ടതെന്നും പറഞ്ഞ് വേറൊരു സ്റ്റോറി. ഈ കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഛർദ്ദിച്ചു വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ തനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു എന്ന്? ഫിറോസും നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോന്ന് പറഞ്ഞ് കരിവാരി തേച്ചോണ്ടിരിക്കുമ്പോ അറിയില്ലായിരുന്നോ കുട്ടിയുള്ള കാര്യങ്ങൾ? അതാ പറഞ്ഞേ, വെളുപ്പിച്ചോ, ഒരു മയത്തിൽ വെളുത്ത് മഞ്ഞയാവാതിരുന്നാൽ മതി. അവരുടെ പല ആൾക്കാരുടെയും വീഡിയോസ് പുറത്ത് വരുമ്പോൾ ഞാൻ ഓർക്കും, അയ്യോ എന്താണ് ഇത് സംഭവിക്കുന്നത്, ശരിയാണോ തെറ്റാണോ എന്ന് ഞാനും പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഇത് അതേ സിറ്റുവേഷൻസ് നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ പറയുമല്ലോ, അയലത്തമ്മയുടെ ഭ്രാന്ത് കാണാൻ നല്ല രസമാണ്, പക്ഷെ സ്വന്തം വീട്ടിൽ ആ ഭ്രാന്ത് ഉണ്ടാകുമ്പോഴാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുമ്പം ഞാൻ പോകുന്ന വഴികളും ഇനി ആർക്കും, ഒരമ്മമാർക്കും ഒരു വ്യക്തിക്കും, ശരിക്കും പറഞ്ഞാൽ ഒരു ശത്രുവിന് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഞാനിപ്പം ഒരു ആർട്ടിസ്റ്റ് ആയിപ്പോയി, അതെന്റെ ഒരു തെറ്റല്ല എന്ന് വെച്ച് വെളിയിൽ എല്ലായിടത്തും ഓരോ കാര്യങ്ങൾ നടക്കുന്ന എല്ലാം വെളിയിൽ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു ചെറിയൊരു സാധനം വന്നു, അത് വേറൊരു രീതിയിൽ കളറാക്കി, അത് ഇപ്പം 3 കോടി തട്ടിയെടുത്തവൾ, പിന്നെ അതേപോലെ തന്നെ ഹണി ട്രാപ്പ്, എന്തൊക്കെ ഗോസിപ്പുകളാണ് സത്യം പറഞ്ഞാൽ വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലിഗേഷൻ ആണ് വരുന്നത്. അതൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ലൈഫിൽ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. അതാണ് എൻ്റെ ഒരു ദൈവത്തെ ഓർത്ത് ഈ അമ്മ എന്ന് പറയുന്നത് അതൊന്നും ഉപയോഗിക്കാൻ നിൽക്കരുത്. ആ ഒരു വാക്കിനൊക്കെ ഒരു പവിത്രത ഉള്ള വാക്കാണ്. അന്നേരം വെറുതെ അത് ഉപയോഗിച്ച് അതിന്റെ ഒരു പവിത്രത കളയാൻ നിൽക്കരുത്. പിന്നീട് ലാസ്റ്റ് പറഞ്ഞ 3 കോടിയുടെ കണക്ക്, ഈ 3 കോടിയുടെ കണക്ക് എവിടുന്നാ വന്നേ? ഇത് ആരുടെ വായിന്നാ ഈ 3 കോടി നിന്ന് പുറത്തു വന്നത്? ഫിറോസ് ആണോ, പോക്കറ്റി ആണോ പറഞ്ഞത്? തന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണോ പറഞ്ഞത്? അല്ല, സജിനയുടെ വായിന്ന് തന്നെയാണ് 3 കോടിയുടെ കണക്ക് പുറത്തു വന്നത്. കേട്ടില്ല? ഒന്നുകൂടെ വേണം കേൾപ്പിക്കാം, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട്. 3 കോടിയുടെ കണക്ക് ഇല്ല, ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ, ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. അയാളുടെ ഫാമിലി മതിയെങ്കിൽ 3 CR ഇവിടെ കൊണ്ടുവരണം. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം, എനിക്ക് പൈസ മതി.
ഇതാരുടെയും 3 കോടി, ഇത് ആരുടെ വോയിസ് ഇത്? ആണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഇതിന് നമ്മുടെ നാട്ടില് ഹണി ട്രാപ്പ് എന്ന ബ്ലാക്ക് മെയിൽ എന്നൊക്കെയാണ് പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അത് ഉടക്കി പിരിഞ്ഞ് പോകുമ്പോഴത്തേക്ക് പൈസ മേടിച്ചിട്ട് സെറ്റിലാക്കുന്നതിനെ പിന്നെ എന്ത് പേരിട്ടാണ് സജിനെ വിളിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഇതൊന്നൊരു എന്ത് ഡീലാണ്? ആകും കൂടെ ആൾക്കാർക്ക് കേൾക്കണമല്ലോ. അപ്പൊ നമ്മൾ ലീഗലി പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, കുറെ പേരുണ്ട്. എനിക്ക് പറഞ്ഞാ കൊള്ളായിരുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പം ഞാൻ മറ്റുള്ള ചാനലിന്റെ വഴിയിൽ പോയി കമന്റ്സ് വായിക്കാനോ ഞാൻ നിന്നിട്ടില്ല, നിക്കത്തുമില്ല. ഞാൻ അതൊന്നും ചെയ്തില്ല, ഇന്ന് ചെയ്തില്ല. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ സോഷ്യൽ മീഡിയയിൽ എന്റെ കുറെ ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അവരുടെ സപ്പോർട്ട് സീരിയസ്ലി, നമ്മൾ മരിക്കാൻ പോകുന്ന ആൾക്കാരെ പോലും തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവരുന്ന, നമ്മളെ വീട്ടുകാരെ പോലെ പിടിച്ചു നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കാൻ കാരണം. എന്നെ അടുത്ത മൂവിങ്ങിൽ എനിക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിൽ ആ സമയത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്ത എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ ഫാമിലീസ്, അതേപോലെ തന്നെ നിങ്ങൾ പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്യുക. അവരാണ് കുറെ പേര് എന്നെ വിളിച്ചിട്ട് സോഷ്യൽ മീഡിയ എന്നെ അറിയാത്ത ആൾക്കാർ പോലും മെസ്സേജ് ഇടുവാണ്, സച്ചിനെ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെയാണ്. എനിക്കതാ മനസ്സിലാവാത്തത്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇത്ര ദാരിദ്ര്യവും ആരുടെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പോണത്? ചിലപ്പം ഈ മൈൻഡ് സെറ്റ് കണക്ട് ആയിട്ടുണ്ടാവും. സെയിം മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ സപ്പോർട്ടിന് പോവല്ലോ. അത്യാവശ്യം ഒരു സെൽഫ് റെസ്പെക്ട് അന്തസ്സൊക്കെ ഉള്ള ആളുകൾ സപ്പോർട്ടിന് പോകുമെന്ന് തോന്നണില്ല. അതില്ലാത്ത ആളുകളായിരിക്കും. ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ 2 ദിവസം പോലും ഞാൻ താമസിക്കാൻ കാരണം എനിക്ക് എങ്ങനെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തണം. കാരണം എൻ്റെ മുന്നിൽ ഇത് ഞാൻ കൊണ്ടൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്താലോ എങ്ങനെയാണ് എനിക്ക് ഇതിന്റെ ലീഗൽ പക്ഷെ അറിയത്തില്ല ഒന്നും. അപ്പം എൻ്റെ മുന്നിൽ മന്ത്രി മാത്രമേ ഉള്ളൂ. ഞാൻ മന്ത്രിയെ കണ്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, സിറ്റുവേഷൻസ് എടുത്തു, എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതിനകത്ത് എനിക്കുള്ള ഡൗട്ടുകൾ പറഞ്ഞു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും എല്ലാം ലീഗൽ വശങ്ങളെല്ലാം സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പം സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു സപ്പോർട്ട്, അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ഒരു ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞ മോള് വിഷമിക്കണ്ട, ഞാൻ നിന്റെ ഒരു ബ്രദറായിട്ട് നിന്റെ കൂടെ ഉണ്ട്. സത്യം സാറിനോട് ഞാൻ താങ്ക്സ് പറയുക. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, പുള്ളിയുടെ ഒരു അവസ്ഥ നോക്കണേ. മന്ത്രി അതാ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നതാന്ന് തോന്നുന്നു, എല്ലാ വള്ളിയും കൂടെ തലയിലിട്ട് വന്ന് വീഴാൻ വേണ്ടി. വള്ളികൾ ഒന്നൊന്നായി പുറകെ വന്നോണ്ടിരിക്കുകയാണല്ലോ സതീശൻ സാറേ. പുള്ളിക്കൂടെ ബാക്കി പ്രശ്നങ്ങൾ തീർക്കാൻ സമയമില്ല. അപ്പോഴാണ് പൂക്കുറ്റി സജിന അവിഹിതം തീർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു അവസ്ഥ, അയ്യോ. സ്നേഹം കൊണ്ട് പറയാണ്, ഉമ്മൻചാണ്ടി 2.0 എന്ന് ആവാൻ നോക്കിക്കോ. മുമ്പൊരു റിനി എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടായിരുന്നു. അവർ എവിടെ പോയാലും, മരണ വീട്ടിൽ പോയാൽ പോലും ഇങ്ങനെ പുറകെ നടക്കലാണ് അവിടെ പരിപാടി. എവിടെ പോയാലും പുറകെ നടക്കും. എന്തോ ഉന്നം വെച്ച് ഇവരെ കൊടുക്കാൻ വേണ്ടി നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി 2.0 ആവാൻ നോക്കിക്കോ. എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുന്നു. സജിനയുടെ കാര്യമല്ല പറഞ്ഞത്, ഓക്കെ? ഇനി സജിന അങ്ങേരെ തേൻകടി വെച്ച് വീഴ്ത്താൻ നോക്കിയെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് എന്റെ വെച്ചിട്ട് വരല്ലേ, കേട്ടല്ല. കണക്ട് ചെയ്യുന്ന ആൾക്കാരെയും ഞാൻ നന്ദിയോടെ ഞാൻ പറയാം. കാരണം അല്ലെങ്കിൽ ഇന്ന് ഞാനും എന്റെ കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കത്തില്ല. അതുപോലത്തെ സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഭയങ്കരമായിട്ടും. എനിക്കും ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എന്റെ മക്കളടുത്ത് പോലും എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വരെ മാറ്റേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ആൾക്കാർ എന്താ അറിയാതെ കുഞ്ഞുങ്ങളടുത്ത് വരെ ക്രൂശിക്കുന്ന കുറെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഫോട്ടോ. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ വന്നിരുന്നു പറഞ്ഞിട്ടും മരിക്കുമെന്നും പറഞ്ഞിട്ടും അതൊരു നാടകമായിട്ട് തോന്നുന്നത്. സത്യമായിട്ടും സീരിയലിനകത്തൊക്കെ എഴുതി വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു കഥ പോലെ, ഒരു സ്ക്രിപ്റ്റ് പോലെ ഫീൽ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള വിഷമവും ഒന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. കാരണം മറ്റേ ഫിറോസ് വിട്ട കുറച്ച് ഓഡിയോ ഉണ്ട്, അത് കേട്ടിട്ടാണ് നമ്മൾ ഈ ഇന്റർവ്യൂ കാണുന്നത്. ഈ ഈ വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് തമ്മിലുള്ള ഡിഫറൻസ്, അതിനകത്തെ സംസാരവും ഇതിനകത്തെ സംസാരവും തമ്മിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനകത്ത് പയ്യപ്പാ സെന്റിമെന്റ്സ്, ഒള്ളി സെന്റിമെന്റ്സ്. മറ്റേത് ഇങ്ങോട്ട് വാടാ 3 കോടി കൊണ്ടുവാടാ, ഞാനല്ലല്ലോ നിന്നെ, ഈ രീതിയിലാ തൊട്ടി വർത്താനം, ചന്ത വർത്താനം. ഇതിനകത്ത് അയ്യോ എന്റെ കുഞ്ഞുങ്ങൾ, അയ്യോ അമ്പി അന്യം കളിക്കണമെന്ന് തോന്നുന്നു. ഈ കുട്ടികളെ പിടിച്ച് ഇതിനകത്ത് ഇടക്കിട്ടിട്ട് സെന്റിമെന്റ്സ് ഇറക്കാൻ നോക്കുന്നതൊക്കെ പഴയ പരിപാടിയാണ്, ചീപ്പ് പരിപാടി. ഒന്ന് മാറ്റിപ്പിടി. ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ഈ പുറകോട്ട് നാടകം ജനങ്ങൾ കണ്ട് മടുത്ത് സജിനെ. സ്ഥിരം ക്ലീശ പരിപാടിയാണ്. എന്റെ കുട്ടികളുണ്ടാണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അത്
സ്ഥിരം ക്ലീശ കണ്ട് മടുത്ത്. അവനവൻ ചെയ്യുന്നതിന്റെ ബലം അവനവൻ തന്നെ അനുഭവിക്കും. അതാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ പോലും ഉള്ള സാഹചര്യത്തിലല്ല ഞാൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ ഈ ഒരു കോലത്തിൽ ആരും കണ്ടാ പോലും കാണത്തില്ലായിരിക്കും. എന്നിട്ട് പോലും സത്യം പറഞ്ഞാൽ ഈ എങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. പാവടാ, മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, മുടിയൊന്നും ഇട്ടിട്ടില്ല, നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. വെറും വൃത്തിയായിട്ടൊരു കൊലത്തില്ല വന്നിരിക്കുന്നത്. ഇരുന്നേ പറ്റൂ, ജീവിച്ചേ പറ്റൂ, എന്റെ കുഞ്ഞുങ്ങളെ നോക്കിയേ പറ്റൂ. ഇവരാരും അല്ല എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്, ഞാനാ നോക്കുന്നത്. കഷ്ടപ്പെട്ടേ എനിക്ക് പറ്റും. നല്ല സൂപ്പറായിട്ട് ഒരുങ്ങി വന്നിരുന്നിട്ടാണ് പറയുന്നത്. കാണുന്നവരുടെ കണ്ണിലെന്തോടാ തിമിരമല്ലോ. ശരിക്കും ഒരുങ്ങാൻ പോലും പറ്റുന്നില്ല, എനിക്കൊന്നും ഡ്രസ്സ് ഇടാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചുള്ള സാരിയൊക്കെ ഇട്ടിട്ട് വന്നിരുന്നിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. ആലോചിച്ച് നോക്കി. ഞാൻ ജീവിക്കും. ഇപ്പം സജന എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേട്ടു. അപ്പം സജന ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, സജന ഒരു ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കയ്യിലിരിപ്പ് പിന്നല്ല എന്ത് പറയാ എത്തിപ്പെടാനുള്ള സാഹചര്യം എന്ത്? സജന സോഷ്യൽ മീഡിയയിൽ വല്ല കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടത് അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ്. അല്ലാതെ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടതും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടത് ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടാണ്. എന്റെ പൊന്നി ചാച്ചി, എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിക്ക്. ഇട്ടോ ഇട്ടില്ലയോ അതെങ്കിലും ഒന്ന് പണ തലവിധി. ഇതൊക്കെ കേൾക്കണമല്ലോ. ഇട്ടതിന്റെ പിന്നിലോ വേറൊരു ഇതിന്റെ പിന്നിലോ. ചോദിക്കട്ടെ, ഇപ്പം ഫോട്ടോ ഇടുന്നത് അത് നമ്മളുടെ തികച്ചും പേഴ്സണൽ കാര്യമാണ്, എന്റെ കാര്യങ്ങളാണ്. എനിക്ക് അതെ തികച്ചും പേഴ്സണൽ കാര്യമാണ്, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള തന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടും കിട്ടേക്കാണ്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം സ്റ്റോറി ആയിട്ടും കിട്ടും. അതാകുമ്പോൾ ആരും കാണത്തില്ലല്ലോ, വളരെ പേഴ്സണൽ ആണല്ലോ, ആരും കാണത്തില്ല. അതും കല്യാണം കഴിച്ച് പിള്ളേരുള്ള ഒരു മനുഷ്യന്റെ കൂടെ 4 കൊല്ലം റിലേഷൻഷിപ്പ് ആണെന്നും പറഞ്ഞിട്ട്. തികച്ചും പേഴ്സണൽ ആണെങ്കിൽ പിന്നെ എന്തിന് അങ്ങനെ ഒരു കാര്യം ചെയ്തു? പേഴ്സണൽ ആയിട്ട് അങ്ങ് വെച്ചാൽ പോരായിരുന്നോ? അത് വന്ന് പബ്ലിക് ആക്കിയിട്ട് തികച്ചും പേഴ്സണൽ ആണെന്ന് പറയുന്നതിനകത്ത് അത് എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളത്? അത് പോസ്റ്റ് ഇട്ട് കയ്യിൽ നിന്ന് പോയി ഗാലറി എതിരായപ്പോ ഇങ്ങനെ വന്നിടന്ന് മെഴുകിയിട്ടോ മോങ്ങിയിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. ഈ കരച്ചിൽ തന്നെ, നിങ്ങളുടെ ഈ കരച്ചിൽ നാടകം തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതിനാണ് നമ്മൾ പറയുന്നത് മെഴുകൽ. വിമ്മിന്റെ പരസ്യത്തിനകത്ത് പാത്രത്തിനകത്ത് മെഴുകി കണ്ടിട്ടുണ്ടോ? ആ മെഴുകലൊന്നുമില്ല, ഒന്നാമതരം മെഴുകല്. ഇപ്പൊ ഈ പേഴ്സണൽ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഏറ്റവും അവസാനം ഒരു കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാനത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷെ നാളൊരു കാലത്ത് ഞാൻ വന്ന് പറയുന്നു, എന്റെ വിവാഹം കഴിഞ്ഞു, ഇദ്ദേഹത്തിനോടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തോടായിരിക്കും, എനിക്കൊരു കുഞ്ഞുണ്ടായി, അത് അദ്ദേഹത്തിനോടായിരിക്കും. ഇദ്ദേഹം പറയണമെന്നുള്ള ഇഷ്ടം എന്റേതാണ്, അല്ലെ? തികച്ചും എന്റെ തികച്ചും എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊരിക്കലും അത് ചിലപ്പോൾ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലോട്ട് അറിയിപ്പിക്കണം, അതിഷ്ടമാണ്. പക്ഷെ അത് പിടിച്ചിട്ട് അവരുടെ ഫാമിലി തകർത്തു, ഇവരുടെ ഫാമിലി തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോ തന്നെ അതൊരു വൃത്തികെട്ട രീതിയിലല്ലേ. ഇപ്പം അവിടെ ഇവരുടെ പറച്ചിലെടുത്തൊന്നും ഈ ഫാമിലികളെല്ലാം തകർത്തത് പ്രേക്ഷകരാണത്. ഇവരുടെയൊക്കെ അഭിഹിതം കൈയോടെ പൊക്കിയത് പ്രേക്ഷകരാണത്. ഇതാരും ഇവരുടെ വീട്ടിൽ പോയി കുത്തിപ്പൊക്കി എടുത്തോണ്ട് വന്നതൊന്നുമല്ല, ഇവര് തന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് വന്നു, വിമർശനങ്ങൾ വന്നപ്പോഴത്തേക്ക് പറ്റുന്നില്ലേ, ആളുകൾ എന്ത് കൈയടിച്ച് പാസ്സാക്കണോ, അഭിഹിതം സൂപ്പർ സൂപ്പർ ഇങ്ങനെ പാസ്സാക്കണമായിരുന്നു. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പബ്ലിക്കിനെ ഫേസ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്, ഒരു മീഡിയ ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ജനങ്ങളാണ് നിങ്ങൾക്ക് അന്നം തരുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും. അത് നിങ്ങൾ പബ്ലിക്കായിട്ട് ഇട്ട് വന്നിട്ട് പറയുകയാണ് എന്റെ പേഴ്സണൽ ആണ്, അതിനകത്ത് ആർക്കും ഒപ്പീനിയൻ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ആളുകൾ ഒപ്പീനിയൻ പറയും, അവർക്ക് അതിനകത്ത് എതിർപ്പുണ്ടെങ്കിൽ അവർ പറയും. അങ്ങനെ കേൾക്കണ്ടായിരുന്നെങ്കിൽ ഇടാൻ നിൽക്കരുത്. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ എടുത്തിട്ടത്. സോഷ്യൽ മീഡിയ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണല്ലോ. ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, നല്ല കമന്റ് മാത്രമേ വരുത്തോളായിരുന്നു, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ ഇത് പടച്ചു വിട്ടത്. എല്ലാവരും അനുഗ്രഹിക്കും, നന്നായി വരട്ടെ അനുഗ്രഹിച്ചു വിടുമെന്ന് വിചാരിച്ചോ? ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈവൻ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ട് വീഡിയോയുടെ അടിയിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ്സ് ഉണ്ടാവും, എന്നെ എതിർത്തിട്ടുള്ള കമന്റ്സ് ഉണ്ടാവും, എല്ലാ തരത്തിലും എന്നെ തള്ളക്ക് വിളിച്ച് തന്തക്ക് വിളിച്ചിട്ടുള്ള കമന്റ്സ് എല്ലാം ഉണ്ടാവും. ഇതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാര്യം നമ്മുടെ ഒരു ഒപ്പീനിയൻ എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് മെഴുകുമ്പോൾ അതിനകത്ത് കാല് തന്നെ വീഴാൻ വേണ്ടിയിട്ട് നമ്മുടെ തലയിൽ ചെളിയല്ല, ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെയൊക്കെ തലയിൽ. അങ്ങനെ ഒരു സാധനമുണ്ട്, മനസ്സിലായോ? അപ്പം കല്യാണം കഴിക്കുന്നത് കാണിക്കാത്തതുകൊണ്ടാണോ? മേ ബി ഞാൻ കല്യാണം കഴിക്കത്തില്ല. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി വയ്യ. മേ ബി എന്റെ ജീവിതമാണ്. ഞാൻ ഒരിക്കലും ആണുങ്ങളോടൊപ്പം പിഴച്ച് ജീവിക്കാമല്ലോ. എനിക്ക് ഒരാളോട് ഇഷ്ടമാണെങ്കിൽ അത് നല്ലതല്ലേ? കാരണം
2 മിനിറ്റ് സൈലൻസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. റെഫറൻസ് ഫിറോസിന്റെ 3 വീഡിയോ. കൂടുതലധികം ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. നോ കമന്റ്സ്. ബാക്കി കേൾക്കാം. പൊതുവേ ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആക്ട്രസ് എന്നുള്ളതും അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു ആണിനോട് മിണ്ടിയാലോ അല്ലെങ്കിൽ വേറെ രീതി ഒരിടത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവള് പിഴച്ചവളാം, അവള് എങ്ങനെയാണ്, അവള് പോക്ക് കേസാ എന്നാണ് പറയുന്ന ആൾക്കാര്. ഇച്ചിരി ലിപ്സ്റ്റിക് കൂടിയപ്പോ പറയും, ഓ അവള് കണ്ട, ഓ അവള് പോക്ക് കേസ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഈ സമൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന സമൂഹം ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ നാട്ടുകാരൊക്കെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവരുടെ നാട്ടിൽ ലിപ്സ്റ്റിക് ഇടുന്ന പെണ്ണുങ്ങളില്ല, സ്ത്രീകളില്ല. അവർ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പുറത്തോട്ടിറങ്ങി അപ്പൊ പറയും ഇതോടെ പിഴച്ചവള് പോകുന്നത്. എന്തൊരു സമൂഹമാണ്? നിങ്ങൾ ഏത് നിങ്ങളുടെ നാട് എവിടെയാണ്? അത് ഏത് ജില്ലയാണ്? ഏത് പഞ്ചായത്തിന്റെ അണ്ടർ വരും? ഒന്ന് പറഞ്ഞു നന്നായിരിക്കും. ആ വഴിക്കോട്ടൊന്നും വരണ്ടല്ലോ. ആ സമൂഹം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. എടാ ഇവരുടെ നാട്ടുകാരെങ്കിലും ഉണ്ടോ എന്ന് കമന്റ് ഇടറേ. നിങ്ങളുടെ സമൂഹത്തിൽ ഇങ്ങനെയാണോ എന്ന് അറിയാനാ. ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാല് ഓ പിഴച്ചവള് പോകുന്നുണ്ടോ? എന്തുവാടേ ഇത്? അപ്പം എനിക്കറിയാവുന്ന സമൂഹം അങ്ങനൊന്നും വെറുതെ ഒരാളെ കുറ്റം പറയില്ല. ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. ഭർത്താവിനെയും കുട്ടിയെയും കളഞ്ഞിട്ട് വേറെ ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോകുന്ന അവളുമാരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സമൂഹം പറയും ഓണ്ട് പിഴച്ചവള്. അങ്ങനെ ചിലപ്പം പറയാം. ഒരാണിന്റെ കൂടെ അല്ലാതെ പല ആണുങ്ങളുടെ കൂടെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പോകുന്ന സ്ഥിരം കാണുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ നോർമൽ ഫ്രണ്ട്ഷിപ്പ് അല്ല, വേറെ ഏതെങ്കിലും തരത്തിൽ പോകുന്നത് ജനങ്ങൾ സ്ഥിരം കാണുകയാണെങ്കിൽ ജനങ്ങൾ ചിലപ്പം പറയും അതുകൊണ്ട് പിഴച്ചോളൂ പറയും. ചിലപ്പം പറയും. കാര്യം തുണി മാറുന്നത് പോലെ ആണുങ്ങളെ മാറ്റുന്ന സ്ത്രീകളെ വേറെ ഏത് പേരിട്ടാണ് നാട്ടുകാർ വിളിക്കേണ്ടത്? സജിനെ അങ്ങനൊന്നും ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെയോ സജിനെ അങ്ങനൊന്നും ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനൊന്നും മീനിങ് എടുത്തേക്കല്ലോ കേട്ടോ. സജിനെ അങ്ങനൊന്നും ചെയ്യാത്ത പക്ഷം അങ്ങനെയുള്ള വിളികളൊന്നും സജിനെ ബാധിക്കില്ല. സജിനെ നമ്മളിപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഉള്ളൂ അങ്ങനെ പറയുമ്പോ നമ്മളുള്ളിൽ ഒരു കുത്തല് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാത്ത പക്ഷം സജിനെ അത് ബാധിക്കുന്ന കാര്യമല്ല. സജിനെ അത് ഇങ്ങനെ മരെന്തൊക്കെയാണ് ആറികളെന്ന് പറഞ്ഞാൽ കേട്ടാ മതി. എല്ലാവരും നമുക്ക് നന്നാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. മനസ്സിലായോ? പുരീതാ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തിരിച്ച് സജിന വേറൊരു രീതിയിൽ പോവുക, കുറെ ആണുങ്ങളുമായിട്ട് പൈസ ഉണ്ടാക്കുന്നു, കുറെ ആണുങ്ങളുമായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പം സജിന തെറ്റ് ചെയ്യാറില്ല. പക്ഷെ ഒരാളുമായിട്ട് ഒതുങ്ങി ഒരു ജീവിതത്തിൽ നമ്മൾ ഒതുങ്ങി നിന്ന അപ്പൊ അവള് തെറ്റുകാരി, അപ്പൊ അവളാണ് തെറ്റുകാരി. ഇവരുടെ സമൂഹം കൊള്ളാമല്ലോ. ഭയങ്കര വെറൈറ്റി സമൂഹമാണെന്ന് തോന്നുന്നു ഇവരുടെ ചുറ്റുവട്ടത്തുള്ളവര്. ഇങ്ങനെ നാട് നീളെ അപരാധിച്ച് നടക്കുന്നവരൊക്കെ പുണ്യാളത്തി. പക്ഷെ ഒരാളോട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഭാര്യയും കുടുംബമൊക്കെ ആയിട്ട് ഭർത്താവൊക്കെ ആയിട്ട് ജീവിക്കുന്നവര് അവര് പിഴച്ചോടി. ഏത് നാടടേ? ഏത് നാട്? അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയടേ. ആ നാട്ടുകാരെ പറ്റി ഒന്ന് അറിയാനൊരു കൊതി കാരണമാണ്. ഒന്നും പറയടേ. ആ പഞ്ചായത്ത് ഏത് പഞ്ചായത്താണോ എന്ന് പറഞ്ഞത് നന്നായിരിക്കും. അയ്യോ വല്ലാത്തൊരു നാട് തന്നെ. എല്ലാത്ത അലിഗേഷൻ പറഞ്ഞുണ്ടാക്കി നമ്മളെ കൊല്ലാക്കൊല ചെയ്യരുത്. ഈ വെറുതെ ഇരുന്ന് നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പേടിയാവുന്ന അവസ്ഥയിലോട്ടാണ് വന്നത്. കാരണം ആൾക്കാരെന്ത് പറയും, ആൾക്കാരെന്ത് ചോദിക്കും, ആൾക്കാർക്ക് ഇത് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ഒരു കാര്യമല്ല, നിങ്ങൾ ചിന്തിക്കുന്ന കണക്കല്ല എന്ന് പറയാൻ എത്ര പേരെടുത്ത് എനിക്ക് പോയി പറയാൻ പറ്റും. അതിനിപ്പോ സിമ്പിൾ പരിപാടിയുണ്ട്. ഇപ്പൊ എല്ലാരും നിരന്തരമായിട്ട് ആ ഒരു പരിപാടി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് തൊപ്പി എന്ന് പറയുന്ന പുള്ളി അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മോളെ നിന്റെ ഒരു വോയിസ് നമ്മൾ ഇതുപോലെ കേട്ടിരുന്നു എന്നെങ്ങാനും പറയുമായിരുന്നു, ഞാൻ അത് ഭയങ്കര മോശമായിട്ടാണല്ലോ സംസാരിക്കുന്നൊക്കെ പറയുകയാണെങ്കിൽ ഉടനെ പറഞ്ഞാൽ മതി ഇക്കാതെ എന്റെ ഇക്കാതെ ഏങ്ങ് പറഞ്ഞേച്ചാൽ മതി. എല്ലാം ഏക്കാൻ വേണ്ടി ഒരുത്തനിങ്ങനെ ഉണ്ട്. അതിപ്പോ സിമ്പിൾ പരിപാടിയാണ്. ആണെങ്കിൽ പറഞ്ഞേച്ചാൽ മതി, ആളോട് വിശ്വസിച്ചോളൂ. അതിനു ശേഷം നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ 19 വയസ്സായ ഒരു പെൺകുച്ചി ഇങ്ങനെ പ്രസവിച്ചിട്ട് കൊച്ചിന് ജനൽ വഴി എറിഞ്ഞു. ആ കൊച്ചെന്തോ ഭാഗം കൊണ്ട് മരിച്ചില്ല. അതാണെങ്കിലും ന്യൂസ് ചാനലിൽ വരുന്നുണ്ട്. അത് ആർട്ടിസ്റ്റ് അല്ലല്ലോ. അതെ, അത് ആർട്ടിസ്റ്റ് ആവട്ടെ. അപ്പോഴല്ലേ കോൺട്രവേഴ്സിയും കണ്ടന്റും ഇട്ടിട്ട് പൈസ മേടിക്കാൻ പറ്റത്തുള്ളൂ ചാനലുകാർക്ക്. ചാനലുകാരെ അല്ല, ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിന് അവർക്ക് അപ്പം സജിന പറയുന്നത് ഇങ്ങനെയുള്ള സബ്ജക്റ്റ്, ഈ നേരത്തെ പറഞ്ഞ ആ കൈൻഡ് ഓഫ് സബ്ജക്റ്റ് ഒന്നും യൂട്യൂബേഴ്സ് ഒന്നും സംസാരിക്കാറേ ഇല്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവരിപ്പോൾ ഈ പറഞ്ഞ സബ്ജക്റ്റിനെ പറ്റി തന്നെ ഞാൻ ഒരു വീഡിയോയും ചെയ്തു. പിന്നെ വേറൊരു വീഡിയോയ്ക്കകത്ത് അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു. 1-2 വീഡിയോസ് അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ കാണുന്ന യൂട്യൂബിൽ ഇതൊക്കെ ആയിരിക്കും വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ചിട്ടാണല്ലോ ഇപ്പം ഈ യൂട്യൂബ് ആണെങ്കിലും ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇൻസ്റ്റഗ്രാം ഇവരെല്ലാവരും റെക്കമെൻഡേഷൻ തരുന്നത്. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള സാധനം മാത്രമേ അവർക്ക് റെക്കമെൻഡേഷൻ കൊടുക്കത്തുള്ളൂ. ഇപ്പം ഒരാളുടെ ടേസ്റ്റ് അവിഹിതമാണെങ്കിൽ അതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻ അവർക്ക് പോകും. മനസ്സിലായോ?
അതാണ് അതിന്റെ അൽഗോരിതം അങ്ങനെയാണ് വർക്കാവുന്നത്. അപ്പൊ നിങ്ങളുടെ അൽഗോരിതം ഇങ്ങനെ ആയിരിക്കും വർക്കാവുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും കാണാത്തത്. നല്ല നല്ല വീഡിയോസ് നമ്മളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇങ്ങനെയുള്ള ന്യൂസ് വാല്യൂസ് ഉള്ള വീഡിയോസ് നിങ്ങൾ കാണാതെ, നിങ്ങളുടെ കണ്ണിൽ പെടാതെ പോകുന്നത്, ഈ ആങ്കറിന്റെ ആണെങ്കിലും സജിനയുടെ ആണെങ്കിലും കണ്ണിൽ പെടാതെ പോകുന്നത് നിങ്ങളുടെ ടേസ്റ്റ് വേറെ ആയതുകൊണ്ടാണ്. അന്നേരം ആ ടേസ്റ്റ് അനുസരിച്ചാണ് നിങ്ങളുടെ ഫോണിലുള്ള ആപ്പിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അല്ലാതെ നമ്മളാരും ചെയ്യാത്തത് കൊണ്ടല്ല. ഇല്ലാത്ത കഥകൾ അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞുകൊണ്ടാക്കാത്ത കുറെ അലിഗേഷൻ വെച്ച് 3 കോടി മേടിച്ചു, പിന്നെന്താ എന്ത് കേസായിരുന്നു, ട്രാപ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരാളെ വേദനിപ്പിക്കുകയാണ് വേണ്ടത്. അവർക്ക്, കാരണം ഞാൻ ആർട്ടിസ്റ്റ് അല്ലേ, എന്നെ വെച്ച് ജീവിക്കണ്ടേ, എന്നെന്ന് പറഞ്ഞാൽ 3 കോടിയുടെ കഥയും ജനങ്ങളുടെ തലയിൽ, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ തലയിൽ 3 കോടിയുടെ കഥ നമ്മൾ യൂട്യൂബേഴ്സ് പറഞ്ഞുണ്ടാക്കിയതാണ് കേട്ടോ. 3 കോടിയുടെ കഥ, സജിന് 3 കോടി ഇവിടെ കൊണ്ടുവെക്കടാ 3 കോടി എന്ന് പറഞ്ഞിട്ടേ ഇല്ല, എനിക്ക് പണം മതി എന്ന് പറഞ്ഞിട്ടേ ഇല്ല. പുണ്യാളത്തിൽ കളിക്കാൻ നിൽക്കല്ലേ. വോയിസ് റെക്കോർഡിൽ അങ്ങനെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തൊക്കെയാ പറയുന്ന ആലോചിച്ചിട്ടെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ നിങ്ങളുടെ വാഗൊണ്ട് പറയുന്ന വോയിസ് റെക്കോർഡാണ് പുള്ളി. അത് 1-2 മിനിറ്റുകൾ സംസാരിക്കുന്നതല്ല, നല്ല ഡ്യൂറേഷനുള്ള നിങ്ങളുടെ വോയിസ് ആണ് ഫിറോസ് പുറത്തിട്ടത്. അതിനകത്ത് വ്യക്തമായി പറയുന്ന കാര്യമാണ് 3 കോടി ചോദിച്ചതും എനിക്ക് പണം മതി എന്ന് പറയുന്നതും ഒക്കെ. അല്ലാതെ യൂട്യൂബുകാർ പറഞ്ഞുണ്ടാക്കിയതല്ല. ഓക്കെ, അല്ലെങ്കിൽ പോട്ടെ, അവരാ തെറ്റും ശരിയും 2 ഭാഗം പറയുന്ന ആൾക്കാരും ഉണ്ട്. 2 ഭാഗം കൂടെ പറഞ്ഞു വിട്ടെ, ഇങ്ങനെ ആവാം അല്ലെങ്കിൽ അങ്ങനെ ആവാം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഇങ്ങനെ തന്നെയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു ശരിക്കും പറഞ്ഞ ലൈഫിൽ. ഞാൻ സജിനയുടെ ഭാഗവും ഫിറോസിന്റെ ഭാഗവും പറഞ്ഞ് വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ സജിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ്. അതിൽ എനിക്ക് നല്ല റിഗ്രറ്റും ഇപ്പൊ തോന്നുന്നു. ഇപ്പം ആളുകൾ ഒരു സൈഡ് മാത്രം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മുൻപ് പറഞ്ഞു വെച്ച കള്ളങ്ങൾ, നിങ്ങൾ ആദ്യം ഫിറോസിനെതിരെ ഒരു അലിഗേഷനായിട്ട് വന്നു. ഒരു ആക്ട്രസ് സൂര്യ ടിവിയുടെ ഒരു പ്രോഗ്രാമിനിടയിൽ വെച്ചിട്ട് ആ സ്ത്രീയുമായിട്ട് ഫിറോസ് ഫ്രഞ്ച് കിസ് അടിക്കുന്നത് കണ്ടു എന്ന്, ഫ്രഞ്ച് കിസ് അടിക്കുന്നത് കണ്ണാലെ കണ്ടു എന്ന്. അതിനകത്ത് ഫിറോസ് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഫിറോസ് അവരെ ഉമ്മ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ കയ്യിലാണ് ഉമ്മ വെച്ചത്, പക്ഷെ നിങ്ങൾ അത് ഫ്രഞ്ച് കിസ് ആക്കി മാറ്റി. നിങ്ങൾ പറഞ്ഞ കഥയിൽ എരിവും പുളിയും ചേർക്കാൻ വേണ്ടിയിട്ട് ആ നടിയെ നിങ്ങൾ അധിക്ഷേപിച്ചു, അപമാനിച്ചു. അവരുടെ ഇഷ്ടപ്രകാരം ഫിറോസ് അവരെ പോയി ഫ്രഞ്ച് കിസ് അടിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കി. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. അടിച്ച് കിണ്ടിയായിട്ട് ഫിറോസ് അങ്ങനെ ചെയ്തെന്നാണ് ആ നടി പറയുന്നത്. പക്ഷെ നിങ്ങൾ അതിനകത്ത് മസാല അങ്ങ് കയറ്റി. ഇതുപോലെ പല കഥകളും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാവനയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കേട്ടപ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ പലതും വിശ്വസിച്ചു. ഫിറോസ് പുണ്യാളനാണെന്ന് ഞാനൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ ഇവരുടെ 2 കാര്യം വന്ന് നോക്കുന്ന സമയത്ത് ഫിറോസിന്റെ ഭാഗത്താണ് ശരി എന്ന് തോന്നാനുള്ള കാരണം, ഫിറോസ് ലാസ്റ്റ് ഇട്ട ആ 3-4 വീഡിയോ, അതിനകത്ത് വെറുതെ വന്നിരുന്ന് പുള്ളി അങ്ങ് സംസാരിക്കുമല്ല. അതിനകത്ത് പുള്ളി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വോയിസ് റെക്കോർഡിംഗ് ആണ് അതിനകത്ത് പുള്ളി എടുത്ത് വെച്ചേക്കുന്നത്. നിങ്ങളാണ് അതിനകത്ത് കൂടുതലും സംസാരിക്കുന്നത്. 10 കൊല്ലം മുമ്പ് നിങ്ങൾ ഫിറോസിന് അയച്ചു കൊടുത്ത വീഡിയോ അടക്കം ഫിറോസ് അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ അടുത്ത് ബന്ധമുണ്ടെന്ന് ഫിറോസ് പറയുന്ന ഓരോ വ്യക്തികളുടെയും ഫോട്ടോ അടക്കമാണ് അതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അഡ്രസ്സും സ്ഥലവും പേരും പറഞ്ഞിട്ടാണ് പുള്ളി വീഡിയോ ചെയ്തേക്കുന്നത്. ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന ആളുകൾ ആരുടെ ഭാഗത്ത് നിൽക്കും? അല്ലെങ്കിൽ പിന്നെ അതിനെ കവച്ച് വെക്കുന്ന, ഇതല്ല യാഥാർത്ഥ്യം, ഇതാണെന്ന് തെളിയിക്കുന്ന പ്രൂഫ് നിങ്ങൾ നിരത്തണം. അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് മെഴുകിയിട്ട് യാതൊരു കാര്യമില്ല. ഈ നാടക കണ്ണീര് കണ്ട ഒരു മനുഷ്യന്മാർ പോലും വിശ്വസിക്കൂല. അതുകൊണ്ടാണ് ഒരു ഭാഗം പറഞ്ഞ് മാത്രം ജനങ്ങൾ നിങ്ങളെ വിമർശിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ വേണ്ടി എന്തെങ്കിലും വേണ്ടേ? എന്തെങ്കിലും ഇല്ല. അതാണ് ഇല്ല. കാരണം അവർക്കറിയാം, അവർക്കല്ലാതെ അറിയാതെ വേറെ ആർക്കും അറിയത്തില്ലല്ലോ ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് എന്താണ്, നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മറ്റുള്ളവരെക്കാട്ടിലും അറിയാൻ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുന്ന കണക്ക് ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും നമ്മളെ ബാക്കിൽ കൂടെ കുത്തി നമ്മളെ തള്ളിയിടാനും പറ്റുന്നത്. അവര് ചിന്തിക്കണം, തിരിച്ചും എനിക്കും അതേ വഴി തിരിച്ചു കുത്താൻ, ഇരട്ടിയിൽ കുത്താൻ എനിക്ക് അറിയാത്തോണ്ടല്ല. എന്താ പറയാ, അവരുടെ ഫാദർ അല്ല എന്റെ ഫാദർ, അവരെ വളർത്തിയ രീതിയല്ല എന്റെ വീട്ടുകാരെന്നെ വളർത്തിയത്. അത് പിന്നെ ഉറപ്പല്ലേ? അവരുടെ ഫാദർ അല്ല നിങ്ങളുടെ ഫാദർ. അവരെ വളർത്തിയ രീതിയിലല്ല നിങ്ങളെ വളർത്തിയത്. അത് ഇതിനെ വളർത്തിയ രീതിയിൽ വേറെ ആരെങ്കിലും വളർത്തിയിട്ടുണ്ടോ എന്ന് വലിയ സംശയമാണ്. അമ്മാതിരി സൂപ്പർ രീതിയിലാണ് വളർത്തിയെന്നാണ് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് 17ാമത്തെ വയസ്സിൽ അവരെ കളഞ്ഞിട്ട് വേറെ തന്നെ വിളിച്ചോടിപ്പോയത് എന്നാണ് ഫിറോസ് പറയുന്നത്. ഫിറോസ് പറയുന്നതാണ് 17ാമത്തെ വയസ്സിൽ സജിന അവരെ തന്നെ വിളിച്ചോടിപ്പോയെന്ന്. വളർത്തലിന്റെ ക്വാളിറ്റി കൂടിപ്പോയതുകൊണ്ടായിരിക്കും ഇല്ലയോ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അദ്ദേഹത്തിനെ ഇങ്ങനെ ക്രൂശിക്കരുത്. ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന്
പബ്ലിക്ക് ഞങ്ങൾ പറഞ്ഞോളാം. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം വന്ന് പറയട്ടെ, അല്ലേ? അതെ. സജിനെ എന്നെ ഇത്ര പറ്റിച്ചു, അല്ലെങ്കിൽ 2 കോടി 3 കോടി 10 കോടി, അല്ലെങ്കിൽ എന്നെ ഹണി ട്രാപ്പ് ചെയ്തു, അദ്ദേഹം ഒന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ എന്നെ അയാൾ ഇത്രയും ചെയ്തു, എന്നെ ഇങ്ങനെ ചതിച്ചു, അങ്ങനെ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും പറയാത്ത കാലം എന്തിനാണ് ഈ വൃത്തികെട്ട രീതിയിൽ ഞങ്ങളെ സബ്ജക്റ്റ് ഇപ്പോഴും നല്ല രീതിയിൽ സഹകരിച്ച് നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്ന ഒരു നല്ല ബന്ധങ്ങളാണ്. അത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വൃത്തികേട് പറഞ്ഞിട്ട് ഇല്ലാതാക്കരുത്. സീരിയസ്ലി ഫ്രണ്ട്ഷിപ്പ് അതെന്ത് തരം ഫ്രണ്ട്ഷിപ്പാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് വ്യക്തമായി പറയാൻ പറ്റൂ, അത് ഏത് ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു ഷിപ്പാണെന്ന്? എത്ര ആലോചിച്ചിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഡെപ്ത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, ആ ഒരു മീനിങ്. അതെന്ത് തരം ഫ്രണ്ട്ഷിപ്പ്? ഇങ്ങനെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞാൻ ചെറിയൊരു വോയിസ് ഫിറോസ് വെച്ചിട്ട് വോയിസ് കേൾപ്പിക്കും, അന്നേരം ആ ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് തരം ഫ്രണ്ട്ഷിപ്പാണെന്ന്. എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാരനക്ക് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് ഷാദീത്ത ഉള്ള സമയത്ത് എന്ന് പറയുന്നത് പുള്ളിയുടെ വൈഫാണ് ഷാദി. ഈ ഷാദീത്ത ഉള്ള സമയത്താണ് ബലമായിട്ട് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അന്നേരം പിന്നെ കുഴപ്പമില്ല. ഫ്രണ്ട്ഷിപ്പ് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോണ്ടായോണ്ടല്ലോ കുഞ്ഞുണ്ടായത്. റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് വളരെ ആഴമേറിയ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇവരുടെ പ്രത്യേകതരം നാടാന്ന് തോന്നുന്നു. എന്തൊക്കെ തരം വൈകൃതങ്ങളുള്ള നാടാണ് ഇതിനെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് നമ്മളെ വിളിക്കുന്നത്. എന്താ അല്ലേ? ഇനി നമുക്ക് കുറച്ച് കരച്ചില് കാണാം. ഞാൻ ആ കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. ഒരമ്മ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താന്ന് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു ബഹുമാനിച്ചാൽ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നോവിക്കരുത്, അത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് മാത്രമാ ഇന്നും ഞാൻ ആ വ്യക്തിയെ പറയാതിരിക്കുന്നത്. വ്യക്തികളെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോവിക്കരുത്. എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചത് കണ്ട് കഴിഞ്ഞു. ഇവരെ പുറയുന്ന കുത്തിയ കുറെ വ്യക്തികളുണ്ട്, അവർക്ക് മക്കളുണ്ട്. അവരുടെ മക്കൾക്ക് നോവും എന്ന് പറഞ്ഞുകൊണ്ടാണ്, അവരുടെ മക്കൾക്ക് നോവുന്നതുകൊണ്ടാണ് സജിന ഇപ്പോഴും അവരെ പറ്റി ഒന്നും പറയാത്തത്. ആ കുട്ടികൾ ഒരു അമ്മയുടെ സ്നേഹമാണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, സത്യമാണ്. അതൊരു അമ്മയുടെ സ്നേഹമാണ്. മറ്റുള്ളവരുടെ കുഞ്ഞിന് നോവും എന്നുള്ള ഒരു ചിന്തയുള്ളത് ഒരു നല്ലൊരു അമ്മ മനസ്സിലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഷാലു അവരുടെ മകനോ അവരുടെ മകളോ ഞാൻ നോക്കത്തില്ല. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് പറയേണ്ട ഗതിയിൽ വരും. നേരത്തെ കരഞ്ഞ തപ്പോട്ടിറക്കിയ കണ്ണുനീരൊക്കെ വലിച്ചു കയറ്റിയോ മേപ്പോട്ട്? അതെന്തൊരു കഴിവാണത്! നേരത്തെ കരഞ്ഞു മെഴുകി കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി തട്ട അവസരം വന്ന കുഞ്ഞുങ്ങളൊന്നും ഞാൻ നോക്കൂല. എന്നടാ അമ്പിയാ അന്യനാ പെരിയ നടികയുടെ ഇവര് കേരളത്തില് സീരിയലിനകത്ത് ഇങ്ങനെ പെട്ടുപോകേണ്ട വ്യക്തിയൊന്നുമല്ല. ഓസ്കാർ ലെവൽ അഭിനയം. ഓസ്കാർ. കുഞ്ഞുങ്ങളെ വേദനിക്കുന്നു പറയുന്നു, കരയുന്നു, തൊട്ടടുത്ത നിമിഷം അത് മാറ്റി പറയുന്നു. ഇനി നേരത്തെ പറഞ്ഞ വേറൊരു മാറ്റി പറയില്ല, ഞാൻ കാണിച്ചു തരാം. ഈ വ്യക്തികളുടെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ യൂട്യൂബുകാർക്ക് തിന്നാനുള്ള വരുമാനം ഞാൻ 1 മാസത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. സഹികെട്ട ഞാനത് ചെയ്തിരിക്കും. ആ ഒരു ഭാവം മാറിയുണ്ടോ? ഞാൻ ലാസ്റ്റ് പ്ലേ ചെയ്ത 3 ക്ലിപ്പിനകത്ത് 3 ഭാവമാണ്. വിഷമം, കരച്ചിൽ, കരുണ, രൗദ്രം. ഇങ്ങനെ പല പല ഭാവങ്ങൾ മാറി മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സജിനയുടെ. ആൻഡ് ഇതിനകത്ത് പറഞ്ഞ കാര്യം, ഇവരെ പുറകിൽ നിന്ന് കുത്തിയ ആൾക്കാരുടെ തികച്ചും പേഴ്സണൽ വിവരങ്ങൾ ഞാൻ എടുത്ത് പുറത്തിടും. തികച്ചും പേഴ്സണൽ വിവരങ്ങൾ എടുത്ത് പുറത്തിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവര് പബ്ലിക്കായിട്ട് വന്നവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടില്ല. ഇവരുടെ പേഴ്സണൽ വിവരം ആളുകൾ എടുത്ത് ചർച്ച ചെയ്തപ്പോഴാണ് ഇവർക്ക് ഇത്ര കൊണ്ടത്. അത് ഇവര് പബ്ലിക് ആക്കിയ കാര്യം. അതേ വ്യക്തി തന്നെ വന്ന് പറയുകയാണ് മറ്റൊരു വ്യക്തിയുടെ പേഴ്സണൽ വിവരം ഞാൻ ഇട്ട് കൊടുക്കുമെന്ന്. മനസ്സിലായോ? നിങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇവർക്ക് ഒരു നിലപാട്, ബാക്കിയുള്ളവരുടെ കാര്യം പറയുമ്പോൾ വേറൊരു നിലപാട്. മൊത്തത്തിൽ ചേച്ചിക്ക് എത്ര നിലപാടുണ്ടെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായേനെ.
ഇത് എണ്ണിയിട്ട് തീരുന്നില്ല എത്ര നിലപാടുണ്ടെന്ന്. കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ നോവിക്കത്തില്ല, നോവിക്കും, ഈ രീതിയിലൊക്കെ മാറുന്നു. ഇത് എന്തിനാണ്? ഹൗ മെനി നിലപാട് യു ഹാവ്? ഭയങ്കര എത്തിക്സ് ആണ് കേട്ടാ, ഭയങ്കര എത്തിക്സ്. ഇത്രയും എത്തിക്സ് ഉള്ള ഒരു വ്യക്തിയെ ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല ഗൈസ്. എന്തിനാണ് എന്തോ ഇത്രയും ഇവര് കരഞ്ഞു മെഴുകിയിട്ടൊക്കെ ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് ഒരു തരത്തിലുള്ള വിഷമൊന്നും തോന്നാതെ വളരെ ജിൽജിലായിട്ട് കണ്ടിരുന്ന ഒരു ഇന്റർവ്യൂ. ഇങ്ങനെയുള്ള ഇന്റർവ്യൂ ഇനിയും പ്രതീക്ഷിക്കുന്നു. വെളുപ്പിക്കലുമായിട്ട് ശാലു ചേച്ചി മറ്റേ ഇവരുമായിട്ട് വരുമെന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറെ ഇന്റർവ്യൂ ഒന്നും തന്നില്ലേ, എന്തുപറ്റി? ഈ ഒരു ഇന്റർവ്യൂയോട് കൂടി സമാധിയായ. അപ്പൊ ഇതാണ് സജ്നയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ. അങ്ങനെ വെളുക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ വെളുത്തില്ല. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് പറയാനായിട്ട്. ബൈ.